Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 324 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്ണർ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്, ദെൻ അക്കൗണ്ടിങ്, ടാക്സ്, ഈ 3 സബ്ജക്ട്സിന്റെയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 100 ഡേ സ്റ്റഡി പ്ലാൻ വീഡിയോ, മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ പോവാ, പ്ലേലിസ്റ്റ് ഉണ്ട്, എല്ലാ വീഡിയോസും കാണാം, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ചോദ്യം ഇതാണ്: Cost analysis identifies reasons for differences between actual and budgeted cost. Number 2, cost analysis helps in fixing responsibility for cost variations. Number 3, cost analysis has no role in strategic decision making. Options number 1 and 3 are correct, 1 and 2 are correct, 2 and 3 are correct, all are correct. നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? കോസ്റ്റ് അനാലിസിസ് ഐഡന്റിഫൈസ് റീസൺസ് ഫോർ ഡിഫറൻസസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ്. ശരിയല്ലേ? കോസ്റ്റ് അനാലിസിസിൽ നമ്മൾ ആക്ച്വലും അതുപോലെ തന്നെ ബഡ്ജറ്റഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്നു എന്നുള്ളതാണ്, ഐഡന്റിഫൈ ചെയ്യണു എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ളതാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, കോസ്റ്റ് അനാലിസിസ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ കോസ്റ്റ് വാരിയേഷൻസ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ആണത്. കോസ്റ്റിന്റെ വാരിയേഷൻ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പിന്നെ ഫിക്സ് ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ അതിൽ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അതിൽ നിന്നെടുത്ത് അത് ഫിക്സ് ചെയ്യലാണ്. സോ കോസ്റ്റ് അനാലിസിസ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ കോസ്റ്റ് വാരിയേഷൻസ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, കോസ്റ്റ് അനാലിസിസ് ഹാസ് നോ റോൾ ഇൻ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അത് തെറ്റാണ്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇപ്പോൾ പ്രൈസ് ഫിക്സേഷൻ, ഫ്യൂച്ചറിൽ വരുന്ന പ്രൊഡക്ട്സിൻ്റെ അല്ലേ, അങ്ങനെ ടോട്ടൽ കോസ്റ്റ്, പല കാര്യങ്ങളിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതായിട്ട് വരും ലോങ് ടൈം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ കോസ്റ്റ് അനാലിസിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന് റോൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ചോദ്യം ഇതാണ്: കോസ്റ്റ് റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് മെയിൻലി ഫോർ മാനേജ്മെന്റ് യൂസ്. നമ്പർ 2, കോസ്റ്റ് റിപ്പോർട്ട്സ് ഹെൽപ്പ് ഇൻ പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. നമ്പർ 3, കോസ്റ്റ് റിപ്പോർട്ട്സ് ഫോളോ സ്റ്റാൻഡർഡൈസ്ഡ് സ്റ്റാറ്റ്യൂട്ടറി ഫോർമാറ്റ്സ്. 1 and 3, 1 and 2, 2 and 3 all are correct. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? കോസ്റ്റ് റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് മെയിൻലി ഫോർ മാനേജ്മെന്റ് യൂസ്. കറക്റ്റ് അല്ലേ? ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് റിപ്പോർട്ട്സ് യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണ് എക്സ്റ്റേണൽ പാർട്ടീസിന് വേണ്ടിയിട്ട് അല്ലേ നമ്മൾ ട്രേഡിംഗ് പ്ലാനിൽ പ്രിപ്പയർ ചെയ്ത് ഈ പറയുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കൺവേ ചെയ്യണത് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലേ നമ്മൾക്ക് എക്സ്റ്റേണൽ പാർട്ടീസിനെ കൺവേ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് കോസ്റ്റ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇന്റേണൽ യൂസിനാണ്, മാനേജ്മെന്റിനാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, കോസ്റ്റ് റിപ്പോർട്ട്സ് ഹെൽപ്പ് ഇൻ പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. അതും കറക്റ്റ് ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞാണ്. പ്ലാനിങ്ങിന്, പെർഫോമൻസ് അപ്രൈസലിനും ഒക്കെ ഇപ്പോൾ പ്രൈസ് ഫിക്സേഷൻ്റെ കാര്യങ്ങൾ ഒക്കെ റിലേറ്റഡ് വിത്ത് ഫ്യൂച്ചർ ആണ്. അങ്ങനെയുള്ള പല പ്ലാനിങ്ങിലും നമ്മൾ കോസ്റ്റിനെ പറ്റിയിട്ട് അനാലിസിസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദെൻ കോസ്റ്റ് റിപ്പോർട്ട്സ് ഫോളോ സ്റ്റാൻഡർഡൈസ്ഡ് സ്റ്റാറ്റ്യൂട്ടറി ഫോർമാറ്റ്സ്. അത് തെറ്റാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മളിപ്പോൾ ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, പിന്നെ നമുക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, IFRS, ഇതൊക്കെ ഫോളോ ചെയ്യുന്നു. സ്റ്റാൻഡർഡൈസ്ഡ്
സ്റ്റാറ്റ്യൂട്ടറി ഫോമാറ്റ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുണ്ട്, അതുപോലെ കോസ്റ്റിലില്ല. കോസ്റ്റ് റിപ്പോർട്ട്സിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സ്റ്റാറ്റ്യൂട്ടറി ഫോമാറ്റ് ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ സ്ഥാപനങ്ങളനുസരിച്ചിട്ട് പല കാര്യങ്ങളിലും നമുക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കും. സോ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. Cost audit verifies correctness of cost accounts. Then cost audit ensures adherence to cost accounting principles. Cost audit checks only arithmetic accuracy. So 4 ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഡിറ്റ് വെരിഫൈസ് കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. അത് കറക്റ്റ് ആണ്. ഇപ്പം നമ്മൾ കോസ്റ്റിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ, കോസ്റ്റ് ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ അതിൻ്റെ കറക്റ്റ്നെസ് നോക്കുക, വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ശരിയാണത്. ഇനി കോസ്റ്റ് ഓഡിറ്റ് എൻഷുവേഴ്സ് അഡ്ഹറൻസ് ടു കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിട്ടുള്ള അല്ലേ ആ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. സോ കോസ്റ്റ് ഓഡിറ്റ് എൻഷുവേഴ്സ് അഡ്ഹറൻസ് ടു കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ശരിയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനത്തിന് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫോളോ ചെയ്യാൻ സാധിക്കും ഓഡിറ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡർഡൈസ്ഡ് സ്റ്റാറ്റ്യൂട്ടറി ഫോമാറ്റ് കോസ്റ്റ് റിപ്പോർട്ട്സിൻ്റെ കേസിലാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ഓക്കെ, ബട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓൾറെഡി ഉള്ളത് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ബേസിൽ വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ വെരിഫിക്കേഷനാണ് നടത്തുന്നത്, ട്രൂത്ത്നെസ് ആണ് നമ്മൾ നോക്കുന്നത്. മിസ്റ്റേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ. സോ ദാറ്റ്സ് അബൌട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ കോസ്റ്റ് ഓഡിറ്റ് ചെക്സ് ഓൺലി അരിത്തമെറ്റിക് ആക്യുറസി എന്ന് പറയുന്നത് തെറ്റാണ്. അരിത്തമെറ്റിക് ആക്യുറസി മാത്രമല്ല, കോസ്റ്റ് ഓഡിറ്റിന് അതിനേക്കാൾ കൂടുതൽ ബ്രോഡർ സ്കോപ്പ് ഉണ്ട്. എഫിഷ്യൻസി ഓഡിറ്റ് നടത്തുന്നതിൽ ഇതിന് പങ്കുണ്ട്, പ്രോപ്പർട്ടി ഓഡിറ്റ്, അങ്ങനെ ഒരുപാട് ഏരിയാസിൽ കോസ്റ്റ് ഓഡിറ്റിൻ്റെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അല്ലാണ്ട് അരിത്തമെറ്റിക് ആക്യുറസി നോക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമല്ല. അപ്പോൾ ബിയോണ്ട് ദാറ്റ് ദ സ്കോപ്പ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 8. കറക്റ്റ് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എക്സ്പ്ലനേഷൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കോസ്റ്റ് ഓഡിറ്റ് വെരിഫൈസ് കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ശരിയാണ്. അവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഫോളോ ചെയ്ത് കറക്റ്റ്നെസ് നോക്കാൻ സാധിക്കും, വെരിഫിക്കേഷൻ പോസിബിൾ ആണ്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കോസ്റ്റ് ഓഡിറ്റിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതും ശരിയാണ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് serves external stakeholders. Cost accounting provides detailed control over material and labor. Financial accounting reports information whenever management desires. നോക്കാം, 1 and 3, 1 and 2, 2 and 3 all are correct. ആദ്യത്തെ എന്താ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സെർവ്സ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കറക്റ്റ് അല്ലേ? ട്രേഡിംഗ് പ്ലാനിൽ ബാലൻസ് ഷീറ്റ് വരച്ച് കിട്ടുന്ന ഡീറ്റെയിൽസ് നമ്മൾ എക്സ്റ്റേണൽ പാർട്ടീസിന് വേണ്ടിയിട്ട് കൺവേ ചെയ്യാണ്. കറക്റ്റാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽ കൺട്രോൾ ഓവർ മെറ്റീരിയൽ ആൻഡ് ലേബർ. അത് ശരിയല്ലേ? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കണ്ടുപിടിക്കുന്നുണ്ട്, അതിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഇൻഫോർമേഷൻ വെനെവർ മാനേജ്മെന്റ് ഡിസൈഡ്സ്. മാനേജ്മെന്റിന് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് റിപ്പോർട്ട്സ് കിട്ടും എന്നാണ് പറയണത്. ശരിയാണോ? അല്ല, തെറ്റാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കേസിലാണ് അത് ശരിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്കൊരു പീരീഡ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ് നമ്മൾ ട്രേഡിംഗ് പ്ലാനിൽ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് വേണ്ടവർക്ക് കൊടുക്കാൻ സാധിക്കുക, മാനേജ്മെൻറ്റിന് കൊടുക്കാൻ സാധിക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിപ്പോർട്ട് ചോദിച്ചാൽ അവർ പ്രിപ്പയർ ചെയ്ത് തരാം. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അത് നടക്കില്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. നമുക്കിത് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഐഡന്റിഫൈസ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. കോസ്റ്റ് അക്കൗണ്ടിങ് അസിസ്റ്റ് ഇൻ പ്രൈസ് ഫിക്സേഷൻ. Cost accounting is an exact science. 1 and 3, 1 and 2, 2 and 3 all. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് ഐഡന്റിഫൈസ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. ശരിയല്ലേ? ഇപ്പോൾ ABC
അനാലിസിസ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കേസിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏരിയാസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അത് പോസിബിൾ ആണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് അസിസ്റ്റ് ഇൻ പ്രൈസ് ഫിക്സേഷൻ പറയേണ്ട ആവശ്യമുണ്ടോ? ബ്രേക്ക് ഡൗൺ ഓഫ് ടോട്ടൽ കോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലഭിക്കും. അതിൻ്റെ ബേസിൽ നമുക്ക് പ്രൈസിനെ ഫിക്സ് ചെയ്യാൻ സാധിക്കും, അതും ശരിയാണ്. ഇറ്റ് ഈസ് ആൻ എക്സാക്ട് സയൻസ്, അത് തെറ്റാണ്. ഇറ്റ്സ് ആൻ ആർട്ടാണ്, സ്കില്ല് വേണം. ദെൻ എക്സാക്ട് സയൻസ് എന്ന് പറയാൻ ഇല്ലല്ലോ. നമ്മൾ പല മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയാം. എക്സാക്ട് സയൻസ് അല്ല, പ്യൂർ സയൻസ് അല്ലല്ലോ, എക്സാക്ട് സയൻസ് അല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങൾ കൂടി നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസുമായിട്ട് നാളെ വരുന്നതായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. MCQs എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലായിരിക്കും. MCQs സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടണം, സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എന്ത് ഡൗട്ടാണെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.